അസ്സലാമു അലൈക്കും. 1993 ആരംഭിച്ച് 1996 ഈ സമുച്ചയത്തിന് തറക്കല്ലിടപ്പെട്ട് 2024 വന്നു നിൽക്കുമ്പോൾ കഴിഞ്ഞ 3 വർഷങ്ങളോളം പദ്ധതികൾ കൊണ്ടും അംഗബലം കൊണ്ടും സമൂഹത്തിലേക്ക് ഇറങ്ങി സജീവമായ ഇടപെടലുകൾ കൊണ്ടും മജ്ലിസ് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. മജ്ലിസ് ചരിത്രത്തിലെ സുവർണ അധ്യായമാണ് ഇന്നിവിടെ രചിക്കപ്പെടുന്നത്. അതിൻ്റെ ഔപചാരികതയിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായി പ്രയർ മുഹമ്മദ് രാജുൽ MIC അസാസ് കോളേജ് സ്റ്റുഡൻറ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنما النجوى من الشيطان ليحزن الذين آمنوا وليس بضارهم شيئا إلا بإذن الله وعلى الله فليتوكل المؤمنون. يا أيها الذين آمنوا إذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. صدق الله العظيم. السلام عليكم ورحمة الله وبركاته. 2024 ജൂലൈ 30 നമ്മുടെ നാടുകണ്ടതിൽ വെച്ച് ഏറ്റവും ദാരുണമായൊരു ദുരന്തത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടായി. കൊച്ചുകുട്ടികളും മുതിർന്നവരും അച്ഛനമ്മമാരും സഹോദരി സഹോദരങ്ങളും അധ്യാപകരും ഒക്കെ അടക്കം 200 പരം ജീവനുകളാണ് വയനാട്ടിലെ മുണ്ടക്കായിലും ചൂരൽമയിലും നഷ്ടപ്പെട്ടത്. പല ജീവനുകളും പല ശരീരങ്ങളും തിരിച്ചു കിട്ടിയിട്ടില്ല. പ്രാർത്ഥനകൾ കൊണ്ടും സാന്നിധ്യം കൊണ്ടും സംഭാവന കൊണ്ടും എല്ലാം നമ്മൾ പലരും അവിടെ നമ്മളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അവിടെ ജീവൻ നഷ്ടപ്പെട്ട ആ സഹോദരങ്ങളുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു നിമിഷം മൗന പ്രാർത്ഥന നടത്തിക്കൊണ്ട് നമ്മൾ പങ്കുചേരുന്നു. മജ്ലിസ് ചരിത്രത്തിലെ പ്രോജക്റ്റുകളുടെ മഹാമഴയാണിന്നിവിടെ നടക്കുന്നത്. ഏറെ കാത്തിരിപ്പിന് ശേഷം ഒരുപാട് ചർച്ചകൾക്കും ഒരുക്കങ്ങൾക്കും ശേഷം ഇന്നിവിടെ പല പദ്ധതികളും ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്, സമർപ്പിക്കപ്പെടുകയാണ്. അതിൻ്റെ ഔപചാരികമായ ചടങ്ങിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായി ഈ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് എല്ലാ അംഗങ്ങളെയും അതിഥികളെയും സ്വാഗതം ചെയ്യാനും വേണ്ടി മജ്ലിസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ജനാബ് MM അബ്ദുൽ ജബ്ബാറിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സന്തോഷത്തോടെയാണ് ഈ ഒരു അവസരത്തിൽ ഞാനിവിടെ നിൽക്കുന്നത്. കാരണം മജ്ലിസിൻ്റെ ഈ ഒരു കമ്മിറ്റി ഇവിടെ ഇത് ഏറ്റെടുത്തിട്ട് ഏകദേശം 5 വർഷം തികയാൻ പോവുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഞങ്ങൾ തുടക്കം മുതൽ തന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ കൊറോണ കാരണം അതൊന്നും മുഴുവൻ നടന്നില്ല. ഇപ്പോഴാണ് ഞങ്ങൾക്കിതൊന്ന് ഏകദേശം എല്ലാവരുടെയും സഹകരണം കൊണ്ട് ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ചെയ്യാൻ സാധിച്ചത്.
അതിൽ സർവശക്തനായ അള്ളാഹുവിനോട് ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അൽഹംദുലില്ലാ. അതിനെല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ പ്രിയങ്കരനായ ഗൾഫാർ മുഹമ്മദ് സാഹിബ് എത്തിച്ചേരാൻ പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വരാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്. മജ്ലിസിൻ്റെ ചരിത്രത്തിൽ തന്നെ വളരെ എന്താ പറയുക, ഞങ്ങളുടെ കൂടെ നിന്ന് ഊർജ്ജസ്വലനായി ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ചെയർമാൻ സലീം സാഹിബ് ആദ്യമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാവിലെ മുകുളങ്ങളാൽ മനുഷ്യ ഹൃദയങ്ങളിൽ ശുദ്ധമായ കറിക്കുട്ടികളിലൂടെ ഈസ്റ്റേൺ എന്ന നാമം കൊത്തിവെച്ച ബിസിനസ്സിൽ വ്യത്യസ്ത മേഖലയിൽ കൈയടക്കിയ ജനാബ് നവാസ് മീരാൻ അവരുടെ ആദരപൂർവ്വം ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആയുരാരോഗ്യ രംഗത്തും വാഹന ഡിസ്ട്രിബ്യൂഷൻ രംഗത്തും ഇറാം എന്ന ബ്രാൻഡിലൂടെ ഒരു ലോകം തന്നെ കൈയടക്കിയ മതചാരിറ്റി രംഗങ്ങളിൽ സുസ്ഥിരമായ സേവനം മികവോടെ നൽകുന്ന ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് സാഹിബിനെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സെലക്സ് ഗ്രൂപ്പിലൂടെ വ്യത്യസ്തവും വിപുലവുമായ വ്യവസായ രംഗങ്ങൾക്ക് നേതൃത്വം നൽകുന്ന യുവരക്തം ജനാബ് നൗഷാദ് സാഹിബിനെയും ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മജ്ലിസിൻ്റെ ട്രഷറർ ബഹുമാനപ്പെട്ട പെൻകോ ബക്കർ, വൈസ് ചെയർമാൻ അബ്ദുൽ ഖാദർ ഹംസ, സി എ ഷാവുൽ അമീദ്, ജോയിൻറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഖാലിദ്, എം റഷീദ്, മജീസ് ഇൻ്റർനാഷണൽ കോർഡിനേറ്റർ ജനാബ് എം സി മുഹമ്മദ്, മറ്റു കമ്മിറ്റി മെമ്പർമാർ, മുതിർന്ന മജീസ് അംഗങ്ങൾ ഡോക്ടർ മുഹമ്മദ് കാസിം, അതുപോലെ തന്നെ കരീം വെങ്കിടങ്, കെ കെ അഷ്റഫ്, പി കെ ജലീൽ, അതുപോലെ തന്നെ മജ്ലിസിൻ്റെ യൂത്ത് വിങ് കമ്മിറ്റി അംഗങ്ങൾ, മജ്ലിസിൻ്റെ തുടക്കക്കാരായ ട്രസ്റ്റി മെമ്പർമാർ, മജ്ലിസ് കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏത് സംഘടനയുടെയും വിജയവും മുന്നോട്ടുള്ള പ്രയാണങ്ങളും അതിൻ്റെ ലീഡർഷിപ്പ് സ്കില്ലുകളെയും ലീഡർഷിപ്പ് സ്ഥാനങ്ങളിലിരിക്കുന്ന അതലങ്കരിക്കുന്ന വ്യക്തികളെയും ആശ്രയിച്ചിരിക്കും. അംഗങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കി അതാത് പൊസിഷനുകളിൽ അംഗങ്ങളെ വിന്യസിപ്പിക്കുക, അവരെ ഡെലിഗേറ്റ് ചെയ്യിപ്പിക്കുക, അതിന് മുന്നിൽ നിന്ന് നയിക്കുക, ഇതെല്ലാം ചേരുമ്പോഴാണ് ഒരു സംഘടന വിജയത്തിലേക്ക് പോകുന്നത്. ഇവിടെ മജ്ലിസിനെ കഴിഞ്ഞ 5 വർഷമായി നയിച്ചുകൊണ്ടിരിക്കുന്ന നെറ്റ്വർക്ക് ഈസ് അവർ നെറ്റ്വർത്ത് എന്ന് പറയും. നമ്മുടെ നെറ്റ്വർക്കാണ് നമ്മുടെ നെറ്റ്വർത്ത്. നമ്മളെ സമ്പാദ്യവും എല്ലാം നമ്മുടെ നെറ്റ്വർക്കാണ്. ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിലും ഉണ്ടാക്കുന്നതിലും അത് നിലനിർത്തുന്നതിലും അസാമാന്യ കഴിവുള്ള നല്ലൊരു കേൾവിക്കാരനായിട്ടുള്ള നല്ലൊരു സഹൃദയനായിട്ടുള്ള ഒരു ചെയർമാനാണ് നമുക്കുള്ളത്. വളരെ വിനയത്തോടുകൂടി ഞാൻ വളരെ പുതിയ ഒരാളാണ് ഇവിടെ വന്നിട്ട് പോലും വളരെ യങ്സ്റ്ററായിട്ട് എന്നെ പോലും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന, അതിനെന്തു കേൾക്കാൻ തയ്യാറാവുന്ന, അതുതന്നെയാണ് ഒരു സംഘടനയുടെ ഏറ്റവും വലിയ ശക്തി. നട്ടെല്ലെന്ന് പറയുന്നതാണ്. അങ്ങനെ ഒരു ബാക്ക് ബോണിൽ നിന്നുകൊണ്ട് മജ്ലിസ് ചാരിറ്റബിൾ ട്രസ്റ്റിനെ മുന്നോട്ട് അക്ഷീണം നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ സലീം ഖാനെ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാധാരണ വേദിയിലും സദസ്സിലും എന്ന് പറയേണ്ട ഒരു പ്രസംഗം തുടങ്ങുന്നത് ഇത് അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം വേദിയില്ല, സദസ്സ് എന്ന് പറയുന്നത് ഒരു മജ്ലിസിൻ്റെ കുടുംബം മാത്രം ഇതിലുള്ളൂ. പുറമേന്ന് ആരും നമ്മുടെ ഈ ഹാളിലില്ല. ഈ ഒരു കാഴ്ച തന്നെ സന്തോഷം പകരുന്ന കാഴ്ച എന്ന് എല്ലാവരും പറയും. സാധാരണ ഉപയോഗിക്കാറുള്ളതാണ് ഈ വേള നല്ല സന്തോഷമുള്ള വേള എന്നൊക്കെ. പക്ഷേ ഇത് തികച്ചും ഉള്ളിൽ നിന്ന് പറയുകയാണ്. ഏകദേശം 26 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് പല കാര്യങ്ങൾക്കും ഒരു മാറ്റങ്ങൾ, പുതുമ നമുക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് തുടങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ പഴയ കാര്യങ്ങൾ പറയുന്നതല്ല, ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി പരിശ്രമിച്ചവരുണ്ട്. നമ്മോടൊപ്പം ഇന്നിപ്പോൾ നമ്മുടെ ഇടയില്ലാത്തവരുണ്ട്. അവർക്കെല്ലാം റബ്ബ് അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നിവിടെ മുഖ്യ അതിഥിയും ഉദ്ഘാടകനുമായി ഉദ്ദേശിച്ചത് വരാമെന്ന് ഏറ്റിരുന്നു ഗൾഫാർ മുഹമ്മദ് അലി, ഡോക്ടർ മുഹമ്മദ് അലി അവർകളായിരുന്നു. അൺഎക്സ്പെക്റ്റഡായിട്ട് വരാൻ പറ്റില്ലെന്ന് ഡോക്ടർ കാസിം വിവരം അറിയിച്ചു. അദ്ദേഹം എനിക്കൊന്നൊരു വോയിസ് കിട്ടും. എങ്കിലും ബാക്കിയുള്ള 2 വിശിഷ്ടാതിഥികൾ നവാസ് മീരാനും ഡോക്ടർ അഹമ്മദ് സിദ്ദീഖും
ഇവിടെ ഏകദേശം ഒരു 5-6 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരും. ഇവർക്കുള്ള കർത്തവ്യം എന്ന് വെച്ചാൽ അവർക്ക് അനുയോജ്യമായ ഒരു കാര്യങ്ങളാണ് അവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ നോക്കുന്നത്. ആദ്യം അവർ നമ്മളെ ക്ലബ് ഹൗസ് എന്നുള്ള ലോഞ്ച്, മെമ്പേഴ്സ് ലോഞ്ച്, അല്ല ആധുനിക രീതിയിൽ നമ്മളിവിടെ കെട്ടിയിട്ടുള്ള ക്ലബ് ലോഞ്ച്, മെമ്പേഴ്സ് ലോഞ്ച് നമ്മുടെ ഈസ്റ്റേൺ ഗ്രൂപ്പ് ചെയർമാൻ നവാസ് മീരാൻ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്, റിബൺ കട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് ഏവർക്കും അറിയപ്പെടുന്നതാണ് ഇറാം ഗ്രൂപ്പിൻ്റെ. അദ്ദേഹം ഇന്ന് 2 മജീസ്കാരൻ്റെ കീഴിൽ 2 വീടുകൾ പണിത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താക്കോൽദാനം നിർവഹിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി പുതിയതായി നമ്മളിവിടെ ഒരു കിഡ്സ് സോൺ നമ്മൾ നടന്ന ജസ്റ്റ് ഓപ്പോസിറ്റ് ഒന്ന് ഒരു 3500-4000 സ്ക്വയർ ഫീറ്റിലൊരു പണിത് വെച്ചിട്ടുണ്ട്, കുട്ടികൾക്ക് കളിക്കാനും മറ്റുമായി. അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് സെലബ്സ് ഗ്രൂപ്പ് CMD മിസ്റ്റർ നൗഷാദാണ്. തൃശ്ശൂർക്കാർക്കും അറിയാം. അദ്ദേഹത്തിന് വിദേശത്ത് ദുബായ്, ഖത്തർ, സൗദി, ബഹ്റൈൻ എല്ലായിടത്തും ബിസിനസ് ശൃംഖലയുള്ള നൗഷാദാണ് ആ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ഈ സാറ്റർഡേ ആയതുകൊണ്ട് എറണാകുളം പാലക്കാട് നിന്ന് വരുന്ന വഴിയൊന്നും ട്രാഫിക് ആയതുകൊണ്ട് നമ്മൾ ഗസ്റ്റുകൾ എത്താൻ താമസിക്കുന്നത് അതുകൊണ്ട് ട്രാഫിക്കാണ്. പലരും ഇവിടെ പുങ്കന്നം കഴിഞ്ഞു, പുഴക്കൽ കഴിഞ്ഞു എല്ലാം മെസ്സേജ് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും അങ്കമാലിയിൽ നിന്ന് നവാസ് മീരാൻ 5:30 മണിക്ക് പുറപ്പെട്ടലാണ്, ഇതുവരെ എത്തിയിട്ടില്ല. റീസൺ ട്രാഫിക്കാണ്, റോഡിൻ്റെ ശോചനീയാവസ്ഥ. എന്തായാലും ഇൻഷാ അല്ലാ ഇപ്പോൾ ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമ്മളെ മുഖ്യാതിഥികൾ വരും. ഇനിയും ഇവിടെ പിടിച്ചെടുത്തുന്നത് അത്ര ഉചിതമല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് നമുക്ക് വരുന്നേക്കാൾ മുമ്പ് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇവിടുന്ന് ഈ ഒരു പരിപാടിക്ക് വേണ്ടി ദുബായിൽ നിന്നും ഖത്തറിൽ നിന്നും നമ്മൾ മജീസ് മെമ്പർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ എത്തിയ ആൾക്കാർ നമ്മുടെ കരീം വെങ്കിടങ്ങ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കരീം വെങ്കിടങ്ങ്, പിന്നെ ദോഹയിൽ നിന്ന് മിസ്റ്റർ കള്ളിയത്ത്, മുസ്തഫ കള്ളിയത്ത്, അവരൊക്കെ ഇതിനു വേണ്ടി വന്നിട്ടുള്ളതാണ്. ഈ ഒരു പരിപാടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അവരുടെ എല്ലാ സഹകരണം, നല്ലൊരു സഹകരണം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഇതെല്ലാം പണിയുന്നതിന് വേണ്ടി. ഈ നമ്മളിരിക്കുന്ന ഈ നിരയിലിരിക്കുന്നവരെല്ലാവരും മജീസിന് വേണ്ടപ്പെട്ടവരാണ്. നമുക്കിവിടെ നമ്മുടെ ജലീലുണ്ട്, PK ജലീൽ, പഴയ ആൾ നമ്മളെ മോഹ്സിൻ ഖാൻ, നമ്മളെ പുതിയൊരംഗമാണ് നവാസ് ഖാൻ, നമ്മുടെ ഇന്ന് മജീസിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡർ നെടുന്തൂണും തൃശ്ശൂർക്കാർക്ക് എന്നും ആവേശമായ ഡോക്ടർ കാസിം, JM ബഷീർ, കരീം വെങ്കിടങ്ങ്, KK അഷ്റഫ്, എമിറേറ്റ്സ് അഷ്റഫ്, നമ്മളെ സഫർ അലി എന്ന് ഞങ്ങൾ വിളിക്കും, ഇസ്മായിൽ റഫലി. ഞങ്ങൾ ദുബായിലൊക്കെ പോകുമ്പോൾ എല്ലാത്തിനും ഞങ്ങളൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ്. ഇവരെല്ലാവരും, ഇവരെ പറ്റിയുള്ള ഇൻട്രഡക്ഷൻ, നമ്മളെ ആങ്കറിങ് അവരെ വിളിക്കുമ്പോൾ പറയും ഇൻഷാ അല്ലാ. ഇവരെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് ഇനി ഇതിന് വേറെ പ്രോഗ്രാം നിൽക്കുന്ന ചെയർമാൻ എന്ന നിലയ്ക്ക് ഇതിൻ്റെ ഈ ഡയറക്ടറുടെ ലോഞ്ച് ഞാൻ തന്നെ നിർവഹിക്കുകയാണ്. ഗൾഫാർ മൊമാലി ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി വരാൻ പറ്റാത്തതുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഞാൻ തന്നെ നിർവഹിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരും സമ്മതത്തോടുകൂടി അതിൻ്റെ ലോഞ്ച് ഇൻഷാ അല്ലാ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നടത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്തതായിട്ട് ചെയ്യുന്നത് കോഫി ടേബിളിൻ്റെ ഒരു പ്രകാശനമായിരിക്കും. ഇൻഷാ അല്ലാ ഒരു സമയം നമ്മൾ വിളിക്കും. ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് വളരെ സന്തോഷത്തോടെ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഇനി നമ്മുടെ കോഫി ടേബിൾ ബുക്ക് എന്ന് പറയുന്നത് ഇനി ഒരു 10, 15, 20 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത്. പലരും അതിൽ പല അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളായാലും തന്നിട്ടാണ് നമുക്ക് അതിലേക്ക് ഒരു ബുക്കായിട്ട് ഫോം ചെയ്ത് വരുന്നത്. അത് പ്രിൻറ്റിങ് കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം 1-1.5 മാസം പിടിക്കും. ഒരുപാട് ആൾക്കാർ അതിൽ സഹകരിച്ചിട്ടുണ്ട്. അസദ് സോം, അൽഷിഫ ഗ്രൂപ്പ്, നവാസ് ഖാൻ, മലബാർ ഗ്രൂപ്പ്, TMT, KP ഉമ്മർ, ഡോക്ടർ മാനുട്ടി, അസറ്റ്സ്, ജോയ് അലുക്കാസ്, കല്യാൺ, അങ്ങനെ പലരുടെയും കോർപ്പറേഷൻ കൊണ്ടാണ് നമ്മൾ ഈ കോഫി ബുക്കും. ഒരുപാട് ഡോണേഴ്സ് നമ്മൾ ക്ലബ് ഹൗസിന്
ഡോണേഴ്സായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ചെക്കിംഗ് മൻസൂർ, ഡോക്ടർ കാസിം, ഹോട്ട് ബാഗ് ജബ്ബാർ, ഫൈൻ ടൂൾ ഷംസുദ്ദീൻ, PK ജലീൽ, പിന്നെ അങ്ങനത്തെ ഒരുപാട് ആൾക്കാരാണ് നമുക്ക് ആ ക്ലബ് ഹൗസിൻ്റെ സ്പോൺസർഷിപ്പ് ചെയ്തിട്ട് ലോഞ്ച് ശരിയാക്കിയുള്ളത്. എന്തായാലും അവർക്കെല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയണം. കാരണം അവരാണ് അതിൻ്റെ മെമ്പേഴ്സ് ലോഞ്ച് ശരിയാക്കി തന്നിട്ടുള്ളത്. ഈ ഒരു കർമ്മം ഇവിടെ നിർവഹിക്കാൻ പറ്റിയതിലും ഇങ്ങനൊരു സദസ്സിനെ ഈ ചെറിയ സദസ്സിനെ അഭിമുഖീകരിക്കാൻ പറ്റിയതിലും ഏറെ സന്തോഷം. ഇൻഷാ അല്ലാഹ് എൻ്റെ ചെറിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു സലിംക. ഒരു കോഫി ടേബിൾ ബുക്ക് പലർക്കും അറിയാത്തവർ കുറച്ച് പേരെങ്കിലും ഉണ്ടായിരിക്കാം. സാധാരണ സ്ഥാപനങ്ങൾക്കൊരു കോഫി ടേബിൾ ബുക്ക് എന്നത് വലിയൊരു പണിയല്ല. അകത്തളങ്ങൾക്കൊരു മാസ്മരിക സ്പർശമാണത്. ആ സ്ഥാപനത്തിൻ്റെ ഉള്ളിലേക്ക് നൽകുന്ന ഒരു ബിലൗഡ് മീൻസ് ഓഫ് ഗിവിങ് എനി ഇൻറ്റീരിയർ ചിക്ക് ഫിനിഷിംഗ് ടച്ച്. കോഫി ടേബിൾ ബുക്സിനെ പറ്റി പറയുമ്പോൾ അതൊരു ചെറിയ വിവരണം കൂടിയാണ്. അതൊരല്പം നേരം പോക്കാണ്. അതിലൊരുപാട് ഇൻട്രസ്റ്റിംഗ് ചെറിയ ആർട്ടിക്കിൾസൊക്കെ ഉണ്ടാവാം. പക്ഷെ നമ്മുടെ കോഫി ടേബിൾ ബുക്കിൻ്റെ ഉദ്ദേശം അത് മാത്രമല്ല. ഈ ഡിജിറ്റൽ ഏജിൽ അതിന് പ്രസക്തിയുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം എല്ലാം ഡിജിറ്റലായിക്കൊണ്ടിരിക്കുന്നു. എല്ലാം നമുക്ക് എവിടെയും സ്റ്റോർ ചെയ്യപ്പെടാം ഡിജിറ്റലി. പക്ഷേ അപ്പോഴും അതിൻ്റെ ഒരു വിഷ്വൽ അപ്പീലുണ്ട്. അത് തീർച്ചയായിട്ടും കോഫി ടേബിൾ ബുക്കിന് ഒരു റെലവൻസ് അതുകൊണ്ട് തന്നെയുണ്ട്. നമ്മൾ ഇൻഡിവിജ്വൽസിനെ പരസ്പരം മനസ്സിലാക്കാനും അംഗങ്ങളെ കൂടുതൽ അറിയാനും അടുത്തറിയാനും ഇടപഴകാനും നെറ്റ്വർക്ക് നടത്താനും അതിലൂടെ ഈ കൂട്ടായ്മയിലുള്ള അംഗങ്ങളുടെ ആ സ്നേഹം കൂടുതൽ അതിനെ പരിലാളിക്കാനും അതിനെ വർദ്ധിപ്പിക്കാനും അതൊക്കെയാണ് ആത്യന്തിക ലക്ഷ്യം മജ്‌ലിസ് പാർക്കിനെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുക്കാനും അറിയാനും പറയാനും കൂടിച്ചേരാനും ഒക്കെ നമ്മളെ കൂടുതൽ ഒരുമിച്ച് മുന്നോട്ടൊഴുകാൻ സഹായിക്കുന്ന ഒരു ഉദ്യമമാണ് ഈ കോഫി ടേബിൾ ബുക്ക്. അതിൻ്റെ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ വേദിയിലേക്ക് ഇനി ക്ഷണിക്കുന്ന വിശിഷ്ട വ്യക്തികളുടെ അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ അത് നിർവഹിക്കുന്നതായിരിക്കും. താഴെ ഇനി പറയുന്ന പേര് വിളിക്കുന്ന വിശിഷ്ട വ്യക്തികൾ ദയവേത് ഈ അംഗങ്ങൾ അവരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജനാബ് AM ഹാരിസ്, ഫൗണ്ടർ ട്രസ്റ്റി ഓഫ് മജ്‌ലിസ്. അബ്ദുൽ ഖാദർ ഹംസ, വൈസ് ചെയർമാൻ മജ്‌ലിസ്. ജനാബ് KP യൂസഫ്, ചെയർമാൻ കേളത്ത് ഗ്രൂപ്പ്. ജനാബ് ഉസ്മാൻ N നിഹാൽ ഗ്രൂപ്പ്. ജനാബ് CA സലീം, ചെയർമാൻ മജ്‌ലിസ്. ജനാബ് നവാസ് മീരാൻ MD ഈസ്റ്റേൺ കോണ്ടിനെൻറ്റ്സ്. ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് CMD ഇറാം ഹോൾഡിംഗ്സ്. ജനാബ് നൗഷാദ് സെലക്സ് CMD സെലക്സ് ഗ്രൂപ്പ്. മുസ്തഫ കാളിയത്ത് MD അനസ്കോ ഗ്രൂപ്പ്. ഡോക്ടർ കരീം വെങ്കിടങ്ങ്, ഡയറക്ടർ മലബാർ ഗോൾഡ്. ജനാബ് AK ഉസ്മാൻ അൽ മുഫ്ത ഗ്രൂപ്പ്. ഡോക്ടർ മുഹമ്മദ് കാസിം MD അൽ ഷിഫ അൽ ഖലീജി ഗ്രൂപ്പ്. ജനാബ് PK അബ്ദുൽ ജലീൽ, ഡയറക്ടർ ചേംബർ ഓഫ് കൊമേഴ്സ് തൃശ്ശൂർ. ജനാബ് VK ഷംസുദ്ദീൻ CMD ഫൈൻ ടൂൾസ്. ജനാബ് KP ഉമ്മർ CMD മലബാർ TMT. ജനാബ് MM അബ്ദുൽ ജബ്ബാർ, സെക്രട്ടറി മജ്‌ലിസ്. ജനാബ് ബക്കർ പെൻകോ, ട്രഷറർ മജ്‌ലിസ്. ജനാബ് MC മുഹമ്മദ്, ഇൻ്റർനാഷണൽ കോർഡിനേറ്റർ മജ്‌ലിസ്. ജനാബ് ആതിര റഷീദ്, ജോയിൻറ്റ് സെക്രട്ടറി മജ്‌ലിസ്. ജനാബ് CA ഷാവുൽ ഹമീദ്, വൈസ് ചെയർമാൻ മജ്‌ലിസ്. ജനാബ് KK അഷ്റഫ്, എമിറേറ്റ്സ്. അഡ്വക്കേറ്റ് KS അബ്ദുൽ ബഷീർ. ജനാബ് VK ഹമീദ്. സോഷ്യലൈസേഷൻ ഏരിയ നമുക്ക് നമ്മളൊരു ഫ്രറ്റേണൽ സോഷ്യൽ റിക്രിയേഷണൽ ആവശ്യങ്ങൾക്കൊരു സ്പേസ്, ഒരു വൈകാരിക തലം. മറ്റൊരു സ്വപ്നമാണ് മജ്‌ലിസിൻ്റെ മെമ്പേഴ്സ് ലോഞ്ച്. അതിവിടെ ഇന്ന് സമർപ്പിക്കപ്പെടുകയാണ്. അതിൽ നിന്ന് ആ സമർപ്പണത്തിന് നമ്മൾ
അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് ഒരു മഹത്തായ വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ടാണ്. വെറൈറ്റി ഈസ് എ സ്പൈസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ വില്യം ഷേക്സ്പിയറാണ്. തൻ്റെ പ്രവർത്തന മേഖലയിലെ വൈവിധ്യം കൊണ്ട് വേറിട്ട് നിൽക്കുന്നു. മുൻ ഈസ്റ്റേൺ കോണ്ടിമെൻറ്റ്സ് ഇപ്പോൾ ഗ്രൂപ്പ് മീരാൻ ഒരു ഫാമിലി ഓൺഡ് ഫുഡ് ബിസിനസ്സിൽ നിന്നും ഏറെ കാതങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഗ്രൂപ്പ് മീരാൻ. വൈവിധ്യങ്ങളാണ് ഈസ്റ്റ് സുനിദ്ര, പാർട്ട്നറിംഗ് വിത്ത് ജാക്ക് ഫ്രൂട്ട് 365, വീറ്റ് ട്രാക്ക് ലോജിസ്റ്റിക്സ്, നന്മ പ്രോപ്പർട്ടീസ്, സ്കോർലൈൻ സ്പോർട്സ്, ഈസ്റ്റേൺ ട്രേഡ്സ് തുടങ്ങി അക്ഷരാർത്ഥത്തിൽ ആഡിങ് സ്പൈസ് ടു സ്പൈസ്. ഇവരുടെ പ്രൊഫൈലിലൂടെ പോയപ്പോൾ കണ്ട ഹെഡ്ലൈൻ അതായിരുന്നു, ആഡിങ് സ്പൈസ് ടു സ്പൈസ് എന്ന്. മെമ്പേഴ്സ് ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് അതിന് മുമ്പ് കുറച്ച് വാക്കുകൾ നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഏറെ സ്നേഹത്തോടെ ആദരവോടെ ജനാബ് നവാസ് മീരാനെ ക്ഷണിക്കുന്നു. Assalamu alaikum. Thank you for the nice words. 6.5 മണിക്കൂർ യാത്ര ചെയ്യേണ്ട ഒന്ന് ഇവിടെ എത്താനായിട്ട്. ഞാൻ വിചാരിച്ചത് പണ്ട് അടിമാലിയിൽ നിന്ന് കോഴിക്കോട് പോകാനായിട്ട് 6 മണിക്കൂർ, അപ്പോൾ ആ ഒരു കണക്കൂട്ടലിലാണ് പോകുന്നത്. പക്ഷേ ഏകദേശം 6.5 മണിക്കൂർ എടുത്തു. സോ സോറി ഫോർ ബീയിങ് ലേറ്റ്. ഞാൻ സലീംക്ക ഈ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ പലപ്പോഴും പല കൂട്ടായ്മകളും സതുദ്ദേശത്തോടു കൂടിയിട്ടുള്ള പല കൂട്ടായ്മകളും പാതി വഴിയിൽ നിന്നു പോകാറുള്ളത്. ഇവിടെ ഇത്രയധികം ആൾക്കാർ ഒരുമിച്ച് കൂട്ടാനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെൻറ്റർ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് എത്തിക്കാനൊക്കെ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. സാധാരണ ഈ കൂട്ടായ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവരും നമ്മൾ കാണുന്ന ആൾക്കാരും നമ്മളെ കാണുന്ന ആൾക്കാർക്കെല്ലാം നമ്മളുടെ ആക്ടിവിറ്റീസ് കൊണ്ടൊരു പോസിറ്റീവ്നെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ബേസിക്കലി എല്ലാ കൂട്ടായ്മയുടെയും ആത്യന്തികമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്. അതിലേക്ക് എന്തായാലും ഇത് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മളുടെ ഈ ലൈഫിൽ ഈ കാര്യങ്ങളെല്ലാം ഒരു ഫൺ ഡ്രിവൺ ആക്കി മാറ്റുമ്പോഴാണ് നമുക്കിതിലൊക്കെ ഒരു സന്തോഷവും ഇതിൽ കൂടാനായിട്ടുള്ള ഒരു താല്പര്യമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അത് ലൈഫിലെ ഏത് ആസ്പെക്റ്റിലും ഒരു ഫൺ ഡ്രിവൺ ആയിരിക്കണം. നമ്മളുടെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യൽ ഭയങ്കര പാടാണ്. അതേസമയം എല്ലാത്തിലും ഒരു ലാഘവത്വവും ഒരു ഫണ്ണും എല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഉത്തമ ഉദാഹരണമായിരിക്കാം ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കൂട്ടി ഇവിടം വരെ ഇതെത്തിക്കാൻ സാധിച്ചു എന്നുള്ളത്. അതിൻ്റെ എല്ലാം ഒരു ഉത്തമ ഉദാഹരണമായിരിക്കും. സൊസൈറ്റിയിൽ വി ഹാവ് ടു ലീഡ് ബൈ എക്സാമ്പിൾ. നമ്മൾ കാണിക്കുന്ന മാതൃകകളായിരിക്കും വരും കാലങ്ങളിൽ ബാക്കിയുള്ളവർ ഇത് ഇമിറ്റേറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ ബെറ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയോ ചെയ്യുന്നു. അതിന് ഉള്ള ഒരു കൊളാബറേറ്റീവ് അപ്രോച്ചാണ് നമുക്കെപ്പോഴും നമ്മളുടെ ജീവിത രീതികളിലും ശൈലികളിലെല്ലാം നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു ഉൾക്കാഴ്ച കുറേയധികം പഠനത്തിനുള്ള ഒരു അവസരം നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ പഠനം ആയിരിക്കും നമുക്ക് ഒരു കോഴ്സ് കറക്ഷൻ, അതായത് ലൈഫിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും ഇതിൽ നന്നായി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇനി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു ഇൻസൈറ്റ്, ഒരു കോഴ്സ് കറക്ഷനുള്ള ഒരു അവസരവും കൂടി ഇതിലൂടെ നമുക്ക് നേടാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമില്ല. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഫേർട്ടിട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രസിഡൻറ്റ്, സെക്രട്ടറി, ട്രഷറർ എന്ന് പറയുമ്പോൾ പലപ്പോഴും ട്രഷറർ പണി കണക്കവതരിപ്പിക്കലാണ്. പക്ഷെ ഇവിടെയുള്ള എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിലും മറ്റ് വിളിക്കപ്പെടുന്ന പ്രത്യേക മീറ്റിങ്ങിലെല്ലാം ഏറെ കണക്കുകൾ പറയുകയും കണക്ക് മറ്റംഗങ്ങളെയും പ്രസിഡൻറ്റിനെയും പഠിപ്പിക്കുകയും കണക്കിനനുസരിച്ച് ചിലപ്പോൾ ശകാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ട്രഷറർ നമുക്കുണ്ട്.
അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് എപ്പോഴും പ്രസിഡൻറ്റും ആളുകളും മുഖവിലക്കെടുക്കുന്നത്. മജ്ലിസിൻ്റെ മൈൽ സ്റ്റോണും വിഷനെയും പറ്റി സംസാരിക്കാൻ ബഹുമാന്യനായ എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ എവരുടെയും പ്രിയ സുഹൃത്തായ എല്ലാവരും സൗഹൃദം പാലിക്കുന്ന ഏറ്റവും ആക്റ്റീവായ മജ്ലിസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇസ് എ പാർട്ട് ഓഫ് മജ്ലിസ് പെൻകോ ബക്കറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. സ്നേഹം നിറഞ്ഞ ഈ പരിപാടിയുടെ ഔദ്യോഗിക അധ്യക്ഷൻ സലീം ഖാ, ഇന്ന് നമ്മുടെ റീലോഞ്ച് ഓഫ് മെമ്പേഴ്സ് ലോഞ്ച് ക്ലബ് ഹൗസിൻ്റെ റീലോഞ്ച് നടത്തുന്ന ബഹുമാനായ നവാസ് മിരാൻ സാഹിബ്, ഇവിടെ എത്തിയിട്ടുള്ള പ്രധാന വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട മെമ്പർമാരെ, 30 വർഷത്തോളമായി മജ്ലിസ് എന്ന ഈ പ്രസ്ഥാനം കേരള സംസ്ഥാനത്ത് അറിയപ്പെട്ട് കൊണ്ടിരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ അംഗങ്ങൾ കൊണ്ട് തുടക്കമിടുകയും ഇന്ന് ഈ സദസ്സിൻ്റെ മുൻനിരയിലിരിക്കുന്നവരും മരിച്ചുപോയ കാദുൻ മോൻ കെയും അസീസ് കെയും സക്കീർ കെയും തുടങ്ങി ഒരുപാട് മഹാന്മാർ തുടങ്ങിവെച്ച ഈ സംരംഭം, നമ്മളിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആ ഒരു സംരംഭം ഇന്ന് പൂത്ത് വലുതായി 750ഓളം അംഗങ്ങളായി മാറിയിരിക്കുകയാണ്. ഈ 750 അംഗങ്ങളുള്ള, വേണമെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏക സംഘടനയാവും ഇങ്ങനൊരു കമ്മ്യൂണിറ്റിയുടെ കീഴിലുള്ള ഈ മജ്ലിസ് എന്ന പ്രസ്ഥാനം. ഇതിലെ അംഗങ്ങളെ ആണെങ്കിലോ ലോകം തന്നെ അറിയപ്പെടുന്ന മഹത് വ്യക്തിത്വങ്ങൾ മുതൽ സാധാരണക്കാരായ ബിസിനസ്സുകാരും പ്രൊഫഷണൽസും ഉൾപ്പെടെയുള്ളവരാണ്. അവരുടെ മക്കളൊക്കെ ആണെങ്കിൽ ലോകം അറിയുന്ന ഒരുപാട് പ്രതിഭകളെ സംഭാവന ചെയ്ത ഒരുപാട് മക്കളും പേരക്കുട്ടികളുമൊക്കെ അടങ്ങിയതാണ് നമ്മുടെ ഈ മജ്ലിസ് കുടുംബം. ഒരുപാട് വർഷങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാതൃക കാണിച്ചു തരികയും നല്ല പാത നമുക്ക് തുറന്നു തരികയും ചെയ്ത മുൻകാല വ്യക്തിത്വങ്ങളുടെയൊക്കെ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങൾ കൊണ്ട് കഴിഞ്ഞ 3 വർഷമായി ഈ ഒരു കമ്മിറ്റി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല പ്രവർത്തനങ്ങൾക്കും രൂപം കൊടുക്കുകയും പലതും ആഗ്രഹിക്കുകയും ആഗ്രഹങ്ങളൊക്കെ പടച്ച തമ്പുരാൻ ഓരോന്നായി നമുക്ക് സാധിപ്പിച്ചു തരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യത്തിലൊന്ന് തന്നെ വേർ ഫാമിലി മീറ്റ്സ് ഫാമിലി എന്നതായിരുന്നതിൻ്റെ പ്രധാന ഒരു അജണ്ട. ഫാമിലികളെ ഒത്തൊരുമിച്ച് ഒരു കൂട്ടായ്മയിൽ കുടുംബം സമേതം വന്നിരുന്ന് സന്തോഷിക്കാനും പരസ്പരം തിരിച്ചറിയാനും കുട്ടികളടക്കമുള്ളവരെ കളിക്കാനും കളിപ്പിക്കാനും ഒക്കെ പറ്റുന്ന ഒരു വേദി, ഒരു ഇടം എന്ന നിലയിൽ തന്നെയാണ് മജ്ലിസിനെ കാണപ്പെട്ടിട്ടുള്ളത്. ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആക്ട് പ്രകാരം രൂപീകരിച്ചതാണെങ്കിലും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കുകൾ പ്രകാരം ചാരിറ്റി ചെയ്യൽ നിർബന്ധമായതുകൊണ്ട് കഴിഞ്ഞ 2 വർഷമായി നമ്മൾ കൂടുതൽ ചാരിറ്റിയിലേക്ക് കൂടി മാറേണ്ടി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 വർഷമായി മജ്ലിസിൻ്റെ വിപുലീകരണാർത്ഥം ഇവിടെ നിന്ന് നമ്മളെ മെമ്പർമാർ ദുബൈയിലും അബുദാബിയിലും ഖത്തറിലുമെല്ലാം പോയി പഴയ കുറേ ആളുകളെയൊക്കെ ഊർജ്ജസ്വരാക്കി. ബഹുമാനപ്പെട്ട സിദ്ദീഖ് അഹമ്മദ് സാഹിബ് വരുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
UAE പോയി ഒരുപാട് ആളുകളെ പുതുതായി 150ഓളം ആളുകളെ ഈ കമ്മിറ്റി വന്നതിന് ശേഷം നമുക്ക് പുതുതായി സംഘടനയിലേക്ക് ചേർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയ ഒരു ദൗത്യമായി കാണുകയാണ്. ദുബായ് അബുദാബി കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുകയും വിപുലീകരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് മെമ്പർമാരെ നമുക്ക് അവിടെ നിന്നും ചേർക്കാൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെയുള്ള പരിപാടികൾ മാത്രം നടത്തിയാൽ പോരാ. ഈ ഒരു കമ്മ്യൂണിറ്റി, ഇത്രയും വലിയ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇതുപോലെ വന്നിരുന്നു കൊണ്ട് മാസങ്ങളോ 2 മാസം കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോഴോ ഒരു സദസ്സ് സംഘടിപ്പിച്ച് പാട്ടുപാടി ഭക്ഷണം കഴിച്ച് തിരിച്ചു പോയാൽ മാത്രം പോരാ എന്ന ഒരു സന്ദേശം പല മെമ്പർമാരിൽ നിന്നും കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് ഈ സംഘടനയെ മറ്റു വിധത്തിലേക്ക് തിരിച്ചുവിട്ടുകൂടാ എന്നുള്ളതും ചിന്തിക്കുകയും ഇത്രയും വലിയ ഒരാളെ പോലും മാറ്റി നിർത്താനില്ലാത്ത ഒരാൾ പോലും മറ്റൊരാൾക്ക് തുല്യരായി എല്ലാവരും ഉള്ളപ്പോൾ എല്ലാവരും പ്രൊഫഷണലായിട്ടും ബിസിനസ് പരമായിട്ടും എല്ലാ രംഗത്തും വെറുതെ ഇരിക്കുന്ന ഒരാൾ പോലും ഈ സംഘടനയിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രാഷ്ട്രങ്ങളിൽ പണിയെടുക്കുന്ന ജോലി ചെയ്യുന്ന ഒരുപാട് അംഗങ്ങളുടെ മക്കളൊക്കെ നമുക്കുണ്ട്. പ്രത്യേകിച്ചും ഒരുപാട് വനിതാ ഓൺട്രപ്രണേഴ്സ് നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ മജ്ലിസ് എന്ന ഈ പ്രസ്ഥാനം വെറുതെ ഇരിക്കുന്നതിൽ കാര്യമില്ല എന്ന് തോന്നുകയും ഒരു ബിസിനസ് ഫോറം തീർച്ചയായും മജ്ലിസിന് ആവശ്യമാണ് എന്ന് ധരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 6 മാസം മുന്നേ ഞങ്ങളൊരു മജ്ലിസ് ബിസിനസ് ഫോറത്തിന് രൂപം കൊടുക്കുകയുണ്ടായി. ആ മജ്ലിസ് ഫോറത്തിൻ്റെ ഉദ്ദേശം ഇവിടെയുള്ള ബിസിനസ്സുകളിൽ തെളിഞ്ഞ ഒരുപാട് വ്യക്തിത്വ മുദ്രകൾ സ്ഥാപിച്ച ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. യൂസഫ് അലിക്ക മുതൽ ഇങ്ങോട്ടുള്ള മഹാവ്യക്തിത്വങ്ങൾ നമ്മുടെ മെമ്പർമാരാണ്. ഇറാം മോട്ടേഴ്സിൻ്റെ സിദ്ദീഖ് അഹമ്മദ് സാഹിബ്, ഫ്ലോറ ഹസൻ സാഹിബ്, ഡോക്ടർ കാസിം സാഹിബ്, കരീം വെങ്കടൻ, ഞാൻ പേരുകൾ പറയുന്നില്ല. പേര് പറഞ്ഞാൽ ആരെ പേരും പറയാതിരിക്കാൻ പറ്റാത്ത അത്ര വലിയ ഒരു നിരയാണ് ബിസിനസ് രംഗത്ത് ലോകം കീഴടക്കിയ ഒരുപാട് ബിസിനസ്സുകാരുള്ള ഈ സംഘടന. എന്തുകൊണ്ട് അവരുടെ മക്കളെ ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നും അവരുടെ പേരമക്കളെ കൊണ്ടുവരുന്നില്ല എന്നുള്ള ചോദ്യം ഉയരുകയും അങ്ങനെ അവരെയൊക്കെ ഒന്ന് ബന്ധിപ്പിച്ചാൽ ഒരുപാട് സഹകരണങ്ങൾ പരസ്പരം ഈ ഒരു മജ്ലിസിൻ്റെ പേരിൽ വളർത്താനും പുരോഗമിക്കാനും കഴിയുമെന്ന ചിന്തയാണ് ഞങ്ങളെ അതിലേക്ക് തീരുമാനത്തിലേക്ക് എടുപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, കാരണവന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്നും മക്കളെ ഈ മജ്ലിസിലേക്ക് അടുപ്പിച്ചിട്ടില്ല എന്ന വിഷമം വളരെയധികമുണ്ട്. ബിസിനസ് രംഗത്തുള്ള ഒരുപാട് ആളുകൾ ബിസിനസ് മാത്രം നോക്കി അവരെ മക്കളെ മാറ്റി നിർത്തുകയും അവരൊക്കെ സജീവമാവുകയും ചെയ്യുമ്പോൾ അവരെ മക്കളെയും ഒരുപാട് കുട്ടികൾ പല രംഗത്തും പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ഈ ബിസിനസ് ഗ്രൂപ്പിൽ ബിസിനസ് ഫോറത്തിൽ ചേർത്തുകൊണ്ട് പരസ്പരം ബിസിനസ് രംഗത്ത് സഹകരിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് മക്കൾ നമ്മളുടെയൊക്കെ വിദേശ രാജ്യങ്ങളിൽ ഹൗസ് വൈഫായി ഇരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നല്ല വിദ്യാഭ്യാസം നേടി പ്രൊഫഷണലായി ഒരുപാട് പ്രൊഫഷൻസ് കയ്യിലുള്ള ആ ഹൗസ് വൈഫ്മാർ അവർക്കൊക്കെ ജോലി കൊടുക്കാനും അവർക്കൊക്കെ സംഘടിക്കാനും സംഘടിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യുവാനുമൊക്കെ കഴിയുന്ന ഒരവസ്ഥ സൃഷ്ടിച്ചാൽ, നമ്മൾ ഉണ്ടാക്കിക്കൊടുത്താൽ തീർച്ചയായും ഈ മജ്ലിസ് ഉപകാരപ്രദമായി വലിയൊരു പ്രസ്ഥാനത്തിലേക്ക് വലിയൊരു സാഹസത്തിലേക്ക് കടക്കാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യമാണ് ഞങ്ങളിതിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇന്ന് ജോലി സംബന്ധമായ ഓപ്പർച്യൂണിറ്റീസ്. ഞാൻ ഒരിക്കലൊരു ആവശ്യാർത്ഥം ഒരു ജോലിക്ക് ദുബൈയിൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ദുബൈ ഗ്രൂപ്പിലൊന്ന് ഇട്ടപ്പോൾ 40 CV ആണ് എനിക്ക് കിട്ടിയത്. തീർച്ചയായും അതുപോലുള്ള ജോലിയുടെ ഓപ്പർച്യൂണിറ്റീസൊക്കെ പറയാനും സഹകരിക്കാനും കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് മജ്ലിസ്. പണ്ട് കാലങ്ങളിൽ ഇവിടെ പറയാറുണ്ട്, മജ്ലിസ് എന്ന പ്രസ്ഥാനത്തിൽ കുടുംബങ്ങളെല്ലാം ഇവിടെ വന്നിരുന്നപ്പോൾ പല വിവാഹ ബന്ധങ്ങളും ഇവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ഒരുപക്ഷെ ഇത് അനുഭവിക്കുന്ന ആളുകളുണ്ടാകാം. നല്ല കുടുംബങ്ങൾ, നല്ല വ്യക്തിത്വങ്ങൾ, നല്ല പരസ്പരം അറിയാവുന്ന കുടുംബങ്ങളായി മാറുന്ന നമുക്കൊക്കെ തീർച്ചയായും നല്ല വിവാഹ ബന്ധങ്ങളും ബിസിനസ് ബന്ധങ്ങളും ഇതിൽ നിന്ന് ഉടലെടുക്കാൻ സാധിക്കും. ഒന്നുമില്ലെങ്കിൽ സഹകരിക്കാനും സഹായിക്കാനും കഴിയും. ഞാൻ പലപ്പോഴും ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെയൊക്കെ ബിസിനസ് അറിവുകൾ
പലരും നമുക്കറിയാം വളരെ താഴ്ന്ന ലെവലിൽ നിന്ന് ഒരുപാട് ഉയരത്തിലേക്ക് എത്തിയ ആളുകളാണ്. കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും അനുഭവങ്ങൾ ഒരുപാട് പറയാനുണ്ട്. പുതുതലമുറക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവർക്കൊക്കെ പറഞ്ഞു കൊടുത്താൽ അത് കേൾക്കാനായിരിക്കും അവർക്ക് മറ്റുള്ള മോട്ടിവേഷൻ സ്പീക്കേഴ്സിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ ഉപകാരം നിങ്ങളെപ്പോലുള്ള വ്യക്തിത്വങ്ങളിൽ നിന്ന് നിങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ തീർച്ചയായും അവർക്ക് ഉൾക്കൊള്ളാനും അവർക്കൊരു ഏറ്റവും കൂടുതൽ പ്രചോദനമാകുന്നതും നിങ്ങളുടെയൊക്കെ വാക്കുകളായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളൊക്കെ തിരിച്ചറിയണം. നമുക്കിനി ഇവിടെ അങ്ങോട്ടുള്ള കാലങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ വെച്ചുകൊണ്ട് നമ്മുടെ പുതുതലമുറക്ക് യുവതലമുറക്ക് ഷെയർ ചെയ്യാൻ നിങ്ങളിലുണ്ട്. അത് നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചും കാസിം ഖാനെ പോലത്തെവർക്കും അതുപോലെ തന്നെ കരീം ഖാനെ പോലത്തെവർക്കൊക്കെ ഒരുപാട് ബിസിനസ് അനുഭവങ്ങളുണ്ടാവാം. അതൊക്കെ ഒന്ന് പുതുതലമുറയ്ക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർ ഓട്ടോമാറ്റിക്കായി വേറെ ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ ആവശ്യമുണ്ടാകില്ല. അവരുടെ മനസ്സുകളിലേക്ക് ഏറ്റവും കൂടുതൽ പിടിച്ചു പറ്റുന്നത് ആ വാക്കുകളായിരിക്കുമെന്ന് പല അനുഭവങ്ങളും ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ബിസിനസ് ഫോറത്തോടൊപ്പം തന്നെ മജ്ലിസ് കെയർ എന്ന ഒരു പ്രസ്ഥാനം കൂടി തുടങ്ങിയിട്ടുണ്ട്. ഖത്തറിൽ നിന്ന് തുടങ്ങി നമ്മുടെ മദർ കമ്മിറ്റിയും അത് ഏറ്റെടുത്ത് ഇനി ദുബായ് കമ്മിറ്റിയും അത് ഏറ്റെടുക്കാൻ പോവുകയാണ്. മജ്ലിസ് കെയർ എന്ന് പറയുമ്പോൾ ചാരിറ്റി രംഗത്ത് നമുക്ക് ഒരുപാട് ആളുകൾ, ഇവിടെ ആരും ചാരിറ്റി ചെയ്യാത്തവരായ ആരുമില്ല. പക്ഷേ ഒരു കൂട്ടായ്മയിൽ നിന്ന് മജ്ലിസ് എന്ന പ്രസ്ഥാനത്തിലൊരു ചാരിറ്റി ചെയ്യണമെന്ന ആഗ്രഹം കൊണ്ട് തന്നെ നമ്മുടെ ഖത്തർ കമ്മിറ്റി അവിടെ നിന്ന് ചെറിയ വീടുകളൊക്കെ സഹായം ചെയ്തു കൊടുക്കുകയുണ്ടായി. അതനുസരിച്ച് തന്നെ ആ ഒരു പരിപാടി കണ്ടതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ നമുക്ക് മദർ കമ്മിറ്റിക്കും ഇവിടുത്തെ മദർ കമ്മിറ്റിക്കും അതുപോലെ തന്നെ ദുബായ് കമ്മിറ്റിക്കൊക്കെ ആ ഒരു രംഗത്തേക്ക് കൂടുതൽ പ്രചോദനമായി അത് ചെയ്യണമെന്ന് തോന്നുകയുണ്ടായത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുപാട് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ മജ്ലിസ് കെയറിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒന്ന്, വീടുകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് 3-4 ലക്ഷം രൂപ കിട്ടി അതിലേക്ക് കയറാൻ പറ്റാതെ ഓലക്കുടിലുകൾ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ പൈസ കൊണ്ട് ആ വീട് പൂർത്തീകരിക്കാൻ കഴിയുകയുമില്ല, അവർക്കങ്ങോട്ട് കയറാൻ കഴിയുകയുമില്ല, ബാങ്കിലേക്ക് ആധാരം കൊണ്ടുവയ്ക്കാൻ കഴിയുകയുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പകുതി പണിയായിട്ട് കിടക്കുന്ന പല വീടുകളെയും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള വീടുകളൊക്കെ ഒന്ന് പൂർത്തീകരിച്ച് കൊടുത്ത് അവരെ അതിലേക്ക് കയറ്റാൻ കഴിയുമോ എന്നുള്ളൊരു ആശയം വരികയും അതനുസരിച്ച് ഈ പ്രാവശ്യം 4 വീടുകൾക്ക് നമ്മൾ പദ്ധതി ഇടുകയും 4 വീടുകൾക്ക് തുടക്കം കുറിക്കുകയും ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാഹ് നമുക്ക് ഇന്ന് ഇവിടെ 2 വീടുകൾക്കുള്ള ചാവി കൊടുക്കാൻ ഒരവസരം റബ്ബ് തമ്പുരാൻ നമുക്ക് സൃഷ്ടിക്കുകയും ചെയ്തു. ആ അവസരം നൽകി എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്, വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അങ്ങനെ ആ മജ്ലിസ് കെയറിൻ്റെ ഒരു പദ്ധതിയായ വീട് നിർമ്മാണവും മറ്റൊരു പദ്ധതി, ഒരുപാട് കുട്ടികൾ നമ്മെ സമീപിക്കാറുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ അവർക്ക് ഹയർ സ്റ്റഡീസിന് പോകാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് പഠിക്കാതെ മാറി നിൽക്കുന്ന കുട്ടികൾ, അവരെ സഹായിക്കാൻ വേണ്ടി ഒരു പദ്ധതിയും നമ്മൾ ആവിഷ്കരിച്ചു. അൽഹംദുലില്ലാഹ് ആ മേഖലയിലും നമുക്ക് 3-4 കുട്ടികളെ ഉപരിപഠനത്തിന് സഹായിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. ഈ ഒരു പദ്ധതി പലരും പല നിലക്കും പലതരത്തിലും സഹായിക്കുന്നുണ്ടെങ്കിലും ഒരു സെൻട്രൽ കമ്മിറ്റിയോ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ നമുക്ക് തീർച്ചയായും മജ്ലിസ് എന്ന ഈ 750 അംഗങ്ങളുള്ള എല്ലാ വ്യക്തിത്വങ്ങളും സഹകരിച്ചാൽ ഒരുപാട് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനും പാവപ്പെട്ട ഒരുപാട് ആളുകളെ വീട്ടിലേക്ക് കയറ്റിയിരുത്താനും ഒരുപാട് പാവപ്പെട്ട കുട്ടികൾക്ക് ഹയർ സ്റ്റഡീസിനുള്ള അവസരം കിട്ടുകയും ചെയ്യുമെന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ്. നിങ്ങൾക്കൊക്കെ താല്പര്യമുള്ള വിഷയമായിരിക്കും എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ അടുത്ത വർഷത്തേക്കുള്ള പദ്ധതികളിലൊക്കെ ഈ മജ്ലിസിൻ്റെ ഈ മജ്ലിസ് കെയർ പദ്ധതികൾ കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ ക്ലബ് ഹൗസ് എന്ന് വളരെ ഭംഗിയായി നടത്തി അത് നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ക്ലബ് ഹൗസ് ഉണ്ടായിരുന്നതിനെ ഒന്ന് നവീകരിച്ച് ചെയ്തുപോയി, നന്നായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ആ റൂമുകളൊക്കെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതും കിഡ്സ് പാർക്ക് ചിക്കിങ് മൻസൂർക്കാരുടെ ആ വിശാലമായ മനസ്സ് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു കുട്ടികൾക്ക് വേണ്ടിയൊരു കിഡ്സ് പാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സോൺ, അവർക്ക് കളിക്കാനുള്ളൊരു ഏരിയ നിർമ്മിക്കാൻ സാധിച്ചു. ഇന്നിതാ അവിടെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ വരുന്ന പേരക്കുട്ടികളൊക്കെയുമായി വരുന്ന ഒരുപാട് ആളുകൾ, കുട്ടികൾ കരച്ചിലും ബഹളമാകുമ്പോൾ അവരെ ഒന്ന് സമാധാനിപ്പിക്കാനും കൊണ്ടാക്കാനും ഒക്കെ ഒരു സ്ഥലവും വരികയും വല്യപ്പമാർക്കും വല്യമ്മമാർക്കും മജ്ലിസിലേക്ക് വരാനൊരു ആകർഷണീയതയും കൂടിയാണ് പേരക്കുട്ടികളുമായി വരുന്നത്.
എന്തായാലും നമ്മളെ തിരക്കിട്ട ജീവിതത്തിൽ ഒരു സന്തോഷകരമായ മുഹൂർത്തം തീർച്ചയായും അനുഭവിക്കാൻ മജ്ലിസിലേക്കൊന്ന് കടന്നു വന്നാൽ ക്ലബ് ഹൗസും സ്വിമ്മിംഗ് പൂളും ഈ ഹെൽത്ത് ക്ലബ്ബും ഈ കുട്ടികളുടെ ക്ലബ്ബും എല്ലാം കൂടി ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ തീർച്ചയായും വിദേശത്തുള്ളവരൊക്കെ വന്നാൽ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പല ഗൾഫിലുള്ള അംഗങ്ങളും നമ്മളോട് ചോദിക്കാറുണ്ട്, ഒന്ന് വന്നാൽ നിൽക്കാനുള്ള സ്ഥലമുണ്ടോ, റെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ടോ? തീർച്ചയായും അടുത്ത വരവോടുകൂടി നിങ്ങൾക്കൊക്കെ ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യാനും അത് ഉപയോഗിക്കാനും, അതിനോടൊപ്പം തന്നെ നമ്മുടെ ഡോക്ടർ കൃഷ്ണദാസിൻ്റെ ഇവിടെ തന്നെ ഒരു ആയുർവേദ ഹോസ്പിറ്റലും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ദിവസം അവിടെ കിടന്ന് ഒരു മസാജൊക്കെ ചെയ്ത് ഹെൽത്തൊക്കെ ഒന്ന് ഉഷാറാക്കി ഒരു ദിവസം റെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരു പാക്കേജ് തന്നെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള സന്തോഷ വാർത്ത കൂടി ഞാൻ അറിയിക്കുകയാണ്. ഇവിടുത്തെ ഈ ബിസിനസ്സുകാരുമായി നമുക്കടുത്ത് ഒരു വലിയ ഒരു ഇൻട്രാക്ഷൻ വെക്കണമെന്നുള്ള ആഗ്രഹം ഇവിടുത്തെ യൂത്ത് വിങ് പറയുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ഇവരെയൊക്കെ ഒന്ന് കിട്ടിയാൽ ഓരോ ദിവസമായിട്ട് നിങ്ങളെപ്പോലത്തെ ആളുകളൊക്കെ ഒരു ദിവസം വരികയാണെങ്കിൽ ഞങ്ങൾക്ക് നമ്മുടെ യൂത്തിന് ഒരു ഇൻട്രാക്ഷൻ നടത്താൻ ഒരു അവസരം സൃഷ്ടിക്കണം. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ആ പദ്ധതി കൂടി ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, ഇത്ര ചൂട്ടത്ത് ഈ ഒരു ചൂട് ഈ മഴക്കാലത്ത് ഇങ്ങനെ ചൂടെടുത്തുകൊണ്ട് ഇവിടെ ഇരിക്കേണ്ടി വന്നു എന്നുള്ളതൊരു വിഷമകരമായ അവസ്ഥയാണ്. അതിനൊരു മാറ്റം വരാൻ ഇൻഷാ അല്ലാഹ് ഈ ഹാളൊന്ന് AC ആക്കണമെന്ന വലിയ ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ സാമ്പത്തികമായ ഒരുപാട് ആവശ്യവും തന്നെയാണ്. എങ്കിലും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അതിനും വേണ്ടി ശ്രമിക്കുന്നു. നമ്മുടെ അവസാന പ്രോജക്റ്റായ ഈ ഒരു മണ്ഡപം, അതായത് ഈ ഒരു ഹാളിനെ AC ആക്കിക്കൊണ്ട് ഇതിനെ ഒന്ന് റിനോവേറ്റ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ട്. അതെല്ലാം നമ്മളെ മെമ്പർമാർ വിചാരിച്ചാൽ സഹകരിച്ചാൽ നടക്കുന്ന കാര്യമാണ്. നമ്മുടെ കോഫി ബുക്ക് ഇപ്പോൾ റിലീസ് ചെയ്തു. പക്ഷേ ആ കോഫി ബുക്ക് റിലീസ് ചെയ്ത് തന്നെ അത് പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ ഒരു മാസം കൂടി എടുക്കും. ഇതിലുള്ള പല ബിസിനസ്സുകാരും അതിലേക്ക് പരസ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അറിയാത്തവരുണ്ടാകാം, ഒരു പക്ഷേ നിങ്ങളോടൊന്നും ചോദിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, നിങ്ങളെ കയ്യിലെത്തിയിട്ടുണ്ടാവില്ല. എനിക്കറിയാം നിങ്ങളൊക്കെ ബിസിനസ്സുകാരാണ്. ഈ കോഫി ബുക്കിലേക്ക് ഒരു പരസ്യം വേണമെന്ന് പറയുമ്പോൾ തരാതിരിക്കുന്നവരല്ല എന്നും അറിയാം. എങ്കിലും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു പേജിൽ ലാസ്റ്റ് ഭാഗത്ത് ഒരു 15,000 രൂപയുടെ ഒരു സ്ട്രിപ്പ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് കൊടുക്കുന്നത് ഉണ്ട്. അതെങ്കിലും കൊടുക്കാതെ ഒരു മെമ്പറും ഇവിടെ വന്നിട്ടുള്ളവർ അവിടെ അറിയിക്കാതെ പോകരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. കാരണം ആ കോഫി ബുക്കിലേക്കുള്ള പരസ്യങ്ങൾ വന്നാലാണ്, ആ പരസ്യങ്ങളൊക്കെ വന്ന് ഫുള്ളായാലേ നമുക്ക് ആ ബുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ പേജുകളിലും അവസാനത്തെ ഒരു സ്ട്രിപ്പ് നമ്മുടെ സ്ഥാപനത്തിലെ നമ്മുടെ മെമ്പർമാരുടെ സ്ഥാപനങ്ങളുടെ പരസ്യമാണ് ആവശ്യം. അതുകൊണ്ട് ആരും മറക്കരുത്, ഒരു പരസ്യം വാഗ്ദാനം ചെയ്യണമെന്ന് പറയുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടിയിൽ ഒരുപാട് ആളുകൾ നമ്മൾ സഹകരിച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ടി പരസ്യം തന്നിട്ടുണ്ട്. അതുപോലെ ചിക്കിങ് മൻസൂർക്ക, ഇറാമിൻ സിദ്ദീഖ് അഹമ്മദ് ക, ഡോക്ടർ കാസിം, സെലക്ഷൻ ഔഷാദ്, ജബ്ബാർ ഹോട്ട് പാക്ക്, അതുപോലത്തെ പരസ്യം തന്നവരിൽ അസറ്റ് ഹോംസ്, സഫാരി സൂപ്പർ മാർക്കറ്റ്, അൽമുഫ്ത, റെൻ്റെകാർ, മലബാർ TMT തുടങ്ങി PK ജലീൽ തുടങ്ങി ഒരുപാട് ആളുകൾ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. ആ സഹകരിച്ചവർ, ഞാൻ പേര് പറയാൻ വിട്ടുപോയിട്ടുള്ളവരും പേര് മുഴുവൻ പറയാത്തവരുമായ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും നമ്മളോട് സഹകരിച്ചതിന് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭക്ഷണം, വെള്ളം, വായു, പാർപ്പിടം, ഫുഡ്, വാട്ടർ, എയർ ആൻഡ് ഷെൽട്ടറാണ് ബേസിക് ഹ്യൂമൻ നീഡ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ റിസോഴ്സസ്. സുരക്ഷിതത്വം ശ്വസിക്കുന്ന സ്വന്തമായൊരിടം, അത് കേവലം ഒരു സ്വപ്നമല്ല, മനുഷ്യൻ്റെ അവകാശമാണ്. ഭരണകൂടങ്ങൾക്ക് പരിമിതികളേറെയുണ്ട്. തൻ്റെ സഹോദരൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. ഇവിടെ നിന്ന് 2 കുടുംബത്തിൻ്റെ സ്വപ്നം പൂവണിയിക്കുകയാണ്. മജ്ലിസ് കെയറിൻ്റെ ആഭിമുഖ്യത്തിൽ മജ്ലിസ് ഖത്തർ കമ്മിറ്റിയും മജ്ലിസ് സെൻറ്റർ കമ്മിറ്റിയും സംയുക്തമായി പണി കഴിപ്പിച്ച 2 ഭവനങ്ങൾ അതിൻ്റെ അവകാശികൾക്ക് കൈമാറുകയാണ്. താക്കോൽ ദാനം എന്ന വാക്ക് മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. ആ ഭവനങ്ങൾ കൈമാറുന്നു. അതിലേക്ക് നമുക്ക് വിശിഷ്ട വ്യക്തിയായി നമ്മളെ കൂടെ നിന്നുള്ളത് global entrepreneur, philanthropist, a business conglomerate with operations in several sectors including oil and gas, power, construction, travel, healthcare, IT, media, logistics, automotive, training and education.
ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് ഇറാം ഗ്രൂപ്പ് ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ്. അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത് ഇതുമാത്രമല്ല, വിദ്യാഭ്യാസം, ആരോഗ്യം, സാനിറ്റേഷൻ, യുവശാക്തീകരണ മേഖലകളിലെ കൺസ്ട്രക്റ്റീവായ ഇടപെടലുകൾ ഇതൊക്കെയാണ്. ജനാബ് സിദ്ദീഖ് അഹമ്മദിൻ്റെ നേതൃത്വത്തിൽ ESS ഇറാം സയൻറ്റിഫിക് സൊല്യൂഷൻസ് ഇതിന് വഴിയൊരുക്കുന്നുണ്ട്. ബിൽ ഗേറ്റ്സ് ആൻഡ് മെലിൻഡ ഗേറ്റ് ഫൗണ്ടേഷൻ്റെ $4 ലക്ഷം ഗ്രാൻറ്റ് ഫോർ റിസർച്ച് ഇൻ ടു ടോയ്ലറ്റ് ഹൈജീൻ, വാട്ടർ ആൻഡ് എനർജി റിലേറ്റഡ് ഇഷ്യൂസിന് ലഭിച്ചിട്ടുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയും SDG, അതിൽ ഹങ്കർ, ഇനീക്വാളിറ്റി നിർമ്മാർജ്ജനം, ഈ പ്ലാനറ്റിൻ്റെ നിലനിൽപ്പ്, ഇതിനൊക്കെ ഉദ്ദേശിക്കുന്ന ഒരുപാട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഈ സമൂഹത്തിൽ നടപ്പിലാക്കപ്പെടണം. ഇതിൽ പ്രചരിപ്പിക്കാനായി ഐക്യരാഷ്ട്രസഭയുമായി കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട് ESS. അതുകൂടാതെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ സപ്പോർട്ടിംഗ്, സ്കിൽ ഡെവലപ്മെൻറ്റ്സ് ആൻഡ് സ്പോർട്സ് ഇടപെടലുകൾ, ഇതിലെല്ലാം സജീവ സാന്നിധ്യമാണ് ഇറാം ഗ്രൂപ്പിനെ മുന്നിൽ നയിക്കുന്ന ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ്. ഇവിടെ 2 ഭവനങ്ങളെ അതിൻ്റെ ഉടമസ്ഥർക്ക് കൈമാറുന്നതിന് വേണ്ടി, അതിനെ തുടർന്ന് കുറച്ച് വാക്കുകൾ സംസാരിക്കുന്നതിനും വേണ്ടി സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. വളരെയധികം സന്തോഷം നിറഞ്ഞ ഈ സമയത്ത് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് അവസരം തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഞാൻ ആദ്യം നന്ദി അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ മജ്ലിസിൻ്റെ ജനറൽ സെക്രട്ടറി MM അബ്ദുൽ ജബ്ബാർ, ഇന്നിവിടെ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് നടത്തിയ ചെയർമാൻ മജ്ലിസ് ചാരിറ്റബിൾ ട്രസ്റ്റ് CA സലീം, ഇന്നത്തെ കോഫി ബുക്ക് റിലീസ് ഏറ്റെടുത്ത നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഗൾഫാർ മുഹമ്മദ് അലി സാർ, അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല എന്ന് എനിക്കറിയാം. ഞങ്ങളിന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു അവിടെ യാദർച്ഛികമായി നിൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു. റീലോഞ്ച് ഓഫ് മെമ്പേഴ്സ് ലോഞ്ച് മിസ്റ്റർ നവാസ് മീരാൻ, CEO ഈസ്റ്റേൺ കണ്ടമെൻറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. അതിനു പുറമെ വളരെ അടുത്ത് അസോസിയേറ്റ് ചെയ്യുകയും ഒരുമിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞൊരു സുഹൃത്തു കൂടിയാണ്. അതുപോലെ തന്നെ ഇനാഗ്രേഷൻ ആൻഡ് ഫോൺ സോൺ കിഡ്സ് പാർക്ക് നൗഷാദ് അവർകൾ. മജ്ലിസിൻ്റെ മൈൽ സ്റ്റോൺ ആൻഡ് വിഷൻ ബൈ ട്രഷറർ മജ്ലിസ് ചാരിറ്റബിളിൽ നിന്ന് സംസാരിച്ച ബേക്കർ പെൻകോ, മറ്റു സദസ്സിലിരിക്കുന്ന മഹാവ്യക്തിത്വങ്ങളെ, നമ്മൾ ഈ സദസ്സിലിരിക്കുമ്പോൾ ഇവിടുത്തെ മജ്ലിസും ദുബായിലെ ഞങ്ങൾക്കുള്ള കോമണായ ഒരു പീസിൻ്റെ പ്രവർത്തകരെല്ലാം ഇവിടെ ഉള്ളതുകൊണ്ട് പീസുമായിട്ട് ഒരു കോൺഫറൻസ് അടുത്ത സമയത്ത് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഡോക്ടറെ, ഇവിടെ ഞാൻ വന്നപ്പോൾ ഒരു പ്രാസംഗികൻ പറഞ്ഞ പോലെ കുടുംബത്തിലെ മെമ്പേഴ്സിനെ വെച്ചുകൊണ്ടും പ്രത്യേകിച്ച് പെൺകുട്ടികളെ ബിസിനസ്സിലേക്ക് അടുപ്പിച്ചുകൊണ്ടും ചെയ്യുന്നൊരു കാര്യം സംസാരിച്ചു. തീർച്ചയായും ഇസ്ലാം സ്ത്രീകളെ ബിസിനസ്സിൽ വിലക്കിയിട്ടില്ല എന്നുള്ളത് നമുക്ക് തന്നെ എല്ലാം അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ആടിൻ്റെ കച്ചവടം ചെയ്തത് ഒരു ലേഡീസ് ഓണറിൻ്റെ പിന്തുണയോടുകൂടിയാണ്. എംപവറിങ് വുമൺ, ഇറ്റ്സ് റിയലി ഗുഡ് ടു ഗോ വിത്ത് ഇറ്റ്. ബട്ട് നമ്മുടെ മനുഷ്യകഥ അല്ലെങ്കിൽ ആവശ്യമായ കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ നമുക്ക് ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് അവരെ വളച്ചു കൊണ്ടുവന്നുകൊണ്ട് എംപവർ ചെയ്യുന്നതിൽ വളരെ നല്ലതായിരിക്കും എന്നതിനാണ് എൻ്റെയും ആശയം. അതുകൂടാതെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എൻ്റർപ്രണേഴ്സിനെ കൊണ്ട് അല്ലെങ്കിൽ സക്സസ്സായ ബിസിനസ്സുകാരെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഒരു ക്ലാസ് എടുക്കുകയും ഇവിടുത്തെ കമ്മ്യൂണിറ്റി കൊണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ മക്കൾക്ക് അതൊരു പാഠമായി കിട്ടുമെന്ന് പറഞ്ഞത് വളരെയധികം നല്ലതായി തോന്നുന്നുണ്ട്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുൻഗാമികൾ ചെയ്തു തന്ന സ്ഥാപനത്തിൽ നിന്നുകൊണ്ടും അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നടത്തുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകർ വഴിക്കും അത്തരം കാര്യങ്ങൾ നടത്താൻ കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ വളർന്നു വരുന്ന തലമുറയ്ക്ക് അതൊരു തീർച്ചയായും ഉപകാരമാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ എൻ്റെ സുഹൃത്ത് നവാസ് മീരാൻ ഇപ്പോൾ
സൊസൈറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹം ഇപ്പോൾ ഫുട്ബോളുമായി ഇറങ്ങിയിട്ടുണ്ട്. അതൊരു കച്ചവടമല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മുടെ കുട്ടികളെല്ലാം 2 വിരലുകൾ കൊണ്ട് ഫുട്ബോൾ കളിക്കുന്നതാണ് കഴിഞ്ഞ കുറച്ച് വർഷമായി നമ്മൾ കാണുന്നത്. മൊബൈൽ ഫോണിൽ ഇരുന്നു കൊണ്ട് 2 വിരൽ കൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളെ 2 കാലുകൾ കൊണ്ട് ഫുട്ബോൾ കളിക്കാൻ ശ്രമിപ്പിച്ച് അതിൽ വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് വിജയമുണ്ടാകും. തീർച്ചയായും കഞ്ചാവിൽ നിന്നും മറ്റുള്ള രീതിയിൽ നിന്ന് അഡിക്റ്റ് ആവുന്നതിന് പകരം സ്പോർട്സിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലേക്ക് നമുക്കെല്ലാവർക്കും കഴിയും. ഈ മജ്ലിസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് വരാൻ കഴിയാത്ത സിറ്റുവേഷൻ നിന്നുകൊണ്ടും ഞാൻ ഇവിടെ എത്തിയതും നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നതും. ഇവിടെ പുതുതായി തുടങ്ങിയിട്ടുള്ള ദൗത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. വീട് വെച്ച് കൊടുക്കുന്നതും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് കഴിവില്ലാത്ത കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള സപ്പോർട്ടിന് വേണ്ടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും സലീം കാക്ക് വിജോയെ അറിയാവുന്നതാണ്. നമ്മുടെ ഇറാം സ്കിൽസ് എന്ന് പറയുന്നത് അങ്കമാലിയിലും കുന്നംകുളത്തുമുണ്ട്. ഹയർ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ട് പഠിക്കേണ്ട ആവശ്യമുള്ള കുട്ടികൾക്ക് ഞാനിവിടെ ഉറപ്പ് തരുന്നു, നിങ്ങളത്തെ എത്രയോ കുട്ടികൾ അത്രയും കുട്ടികൾക്ക് ഫ്രീ ആയി പഠിപ്പിക്കുകയും അവർക്ക് അതിൻ്റെ ജോലിയും കൊടുക്കാമെന്ന് ഞാൻ വാക്ക് തരികയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കഴിഞ്ഞ ആഴ്ച തുടങ്ങിയൊരു പ്രൊഡക്ട്സ് മഹേന്ദ്രയുമായി ഇറാം സ്കിൽസ് പുതുതായിട്ട് കുന്നംകുളത്തൊരു പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ തന്നെയാണ്. അതിൽ കുട്ടികൾ പഠിക്കാൻ വരുമ്പോൾ തന്നെ അവർക്ക് ജോലിക്കുള്ള ഓഫർ ലെറ്റർ കൊടുത്തുകൊണ്ടാണ് അതിലേക്ക് അവരെ സ്വീകരിക്കുന്നത്. കാരണം അത് മഹേന്ദ്രയ്ക്ക് കൂടി ആവശ്യമാണ്. മഹേന്ദ്രയല്ല, അതുപോലെ തന്നെ എല്ലാ കാർ കമ്പനികൾക്കും വേണം. കാരണം EV ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഇപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ അവർക്ക് വേണ്ടി ടെക്നീഷ്യനാണ് ഇപ്പോൾ നമ്മളതിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അതിലേക്ക് നമുക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇറാം ഹോൾഡിങ്സിൻ്റെ ഭാഗത്തുനിന്ന് ഏത് രീതിയിൽ സപ്പോർട്ട് വേണമെങ്കിലും ഏത് സമയത്തും ബന്ധപ്പെടാം. സന്തോഷമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങളോട് സഹകരിച്ച ഇറാം മോട്ടോഴ്സാണ്. ഇവിടെ മഹേന്ദ്ര തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ നമ്മൾ ഇറാം മോട്ടോഴ്സ് ഡീലർഷിപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങളുണ്ടെന്ന് എനിക്കറിയാം, എല്ലാവരും പറയാറുണ്ട്. എല്ലാവർക്കും ഇറാം മോട്ടോഴ്സിൻ്റെ ബിഹാഫ് ഓഫ് ഇറാം മോട്ടോഴ്സ് ഐ ജസ്റ്റ് വാണ്ട് ടു താങ്ക് യു എവരി വൺ ആൻഡ് ഇൻഷാ ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് ടൈം. എല്ലാവർക്കും അടുത്ത് കാണുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തോടുള്ള ആയുസ്സ് തരട്ടെ, അതോടൊപ്പം തന്നെ സന്തോഷവും സമാധാനം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അതാത് മേഖലകളിലെ വൈദഗ്ധ്യമാണ് പ്രോജക്ട്സ് പൂർത്തീകരണത്തിന് കരുത്തേകുന്നത്. 25 വർഷമായി കൺസ്ട്രക്ഷൻ രംഗത്ത് വളരെ സജീവ സാന്നിധ്യമാണ് മജ്ലിസ് ജോയിൻറ്റ് സെക്രട്ടറി ആതിര റഷീദ് എന്നറിയപ്പെടുന്ന റഷീദ് നയിക്കുന്ന ആതിര കൺസ്ട്രക്ഷൻസ്. ഇവിടെ നമ്മുടെ ഈ മെമ്പേഴ്സ് ലോഞ്ചിൻ്റെ കൺസ്ട്രക്ഷൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. ഇന്നിവിടെ അദ്ദേഹത്തെ ആദരിക്കുകയാണ്. അതിലേക്ക് ഒരു മെമൻറ്റോ നൽകുന്നതിന് വേണ്ടിയിട്ട് ജനാബ് നവാസ് മിരാനും അപ്പോൾ ഡോക്ടർ സിദ്ദീഖ് അഹമ്മദും ചേർന്നുകൊണ്ട് മജ്ലിസ് അംഗം കൂടിയായ ജോയിൻറ്റ് സെക്രട്ടറിയായ റഷീദ് അതിലേക്ക് ഒരു മെമൻറ്റോ നൽകുവാൻ അഭ്യർത്ഥിക്കുന്നു. അൽഷിഫ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് കാസിം അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ആത്മകഥ ആതുര ജീവിത സാഫല്യത്തിൻ്റെ ഒരു പ്രീ ലോഞ്ച് ഇവിടെ വെച്ച് നടത്തുകയാണ്. മജ്ലിസിനോട് ഏറെ ഒരുപാട് തരത്തിൽ സഹകരിക്കുന്ന ജനാബ് മുഹമ്മദ് കാസിമിനെ അദ്ദേഹത്തിൻ്റെ സേവന മേഖലയിലെ കുറിപ്പുകൾ ഉൾപ്പെടുന്ന ആത്മകഥയുടെ പ്രീ ലോഞ്ചിങ് ആണ്. ആ പുസ്തകം ഡോക്ടർ സിദ്ദീഖ് അഹമ്മദിന് നൽകിക്കൊണ്ട് നവാസ് മിരാൻ നൽകിക്കൊണ്ട് ഇവിടെ ആ ചടങ്ങ് നടക്കുകയാണ്. അവരോടൊപ്പം മജ്ലിസ് ചെയർമാൻ മറ്റ് ഓഫീസ് ഭാരവാഹികളെയും ക്ഷണിക്കുന്നു.
ഒരു അപേക്ഷയുണ്ട്. നമ്മൾ 2 സ്ഥാപനങ്ങളിലെ നാടമുറിക്കലുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവർ ഭക്ഷണം കഴിക്കേണ്ടതും വീട്ടിലേക്ക് പോകേണ്ടതൊക്കെ. ഇത്രയും കാത്തിരിക്കുമ്പോൾ അതും കൂടിയും എല്ലാവരും ഉണ്ടാവണം, സാന്നിധ്യം ഉണ്ടാവണം. മജ്ലിസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വൈസ് ചെയർമാൻ ഷാവുൽ ഹമീദിനെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും. ഒരുപാട് സമയം പ്രതീക്ഷിച്ചതിലും വൈകി തുടങ്ങുകയും അതിനോടനുബന്ധമായി നമ്മളുടെ പരിപാടികൾ അല്പം നീണ്ടുപോകുകയും ചെയ്തതിൽ ആദ്യമായി ക്ഷമ ചോദിക്കുന്നു. ഇന്ന് വ്യത്യസ്തമായ ഒരുപാട് പദ്ധതികൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും അതിന് നമ്മൾ ക്ഷണിക്കപ്പെട്ടതിൽ ബഹുമാനായ മുഹമ്മദ് സാഹിബ് ഒഴികെ മറ്റെല്ലാവരും എത്തിച്ചേരുകയും ചെയ്തു. നമ്മുടെ ബഹുമാനായ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് മജ്ലിസിന് വേണ്ടി നേടിയെടുക്കുന്ന അല്ലെങ്കിൽ ചെയ്തു തീർക്കുന്ന കാര്യങ്ങളെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വളരെ കൃത്യമായി കാണാനും മനസ്സിലാക്കാനും തൊട്ടറിയാനും സാധിക്കുന്നതാണ്. അതിനെക്കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. തീർച്ചയായും ഇവിടെ ഇരിക്കുന്ന ഓരോ മെമ്പർമാരുടെയും അവരുടെ സ്ഥാപനങ്ങളുടെയും എല്ലാം സഹകരണം കൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം സാധ്യമായത്. ഒരുപാട് റോഡ് മോശമായ സാഹചര്യത്തിൽ പല മെമ്പർമാരും പ്രായമുള്ള ആളുകൾ പ്രത്യേകിച്ചും യാത്ര ചെയ്ത് വരാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വിളിച്ചറിയിക്കുകയും അതുപോലെ തന്നെ പലരും പുറപ്പെട്ട് വളരെ വൈകി എത്തുകയും ഒക്കെ ഉണ്ടായ ഒരു സാഹചര്യം മനസ്സിലാക്കുകയും അതിൽ വൈകിപ്പോയതിൽ എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് കോഴിക്കോട് എത്തേണ്ട ദൂരം യാത്ര ചെയ്ത് തൃശ്ശൂർ വരെ എത്തിയ ബഹുമാന്യനായ നമ്മളുടെ നവാസ് മീരാൻ, ഞാൻ വളരെ വ്യക്തിപരമായി വർഷങ്ങളായി എൻ്റെ കുടുംബപരമായ ബിസിനസ്സിലെ അദ്ദേഹമായി അടുത്തിടപെടുന്ന ആളാണ്. സൗമ്യത കൊണ്ട് അതുപോലെ രുചിക്കൂട്ടുകളെ കൊണ്ട് മനുഷ്യരുടെ മനസ്സും വയറും നിറയ്ക്കുന്ന ഒരു മായാജാലം അത് അദ്ദേഹം ഇന്ന് ഇവിടെയും കുറഞ്ഞ വാക്കുകളിലൂടെ ഇവിടെ പ്രകടിപ്പിക്കുകയുണ്ടായി. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ നമ്മുടെ ഇറാം ഹോൾഡിങ്സിൻ്റെ CMD സിദ്ദിഖ് സാർ ഒരുപാട് തിരക്കുകൾക്കിടയിലും ചെയർമാൻ്റെ നിർബന്ധത്തിൻ്റെ പേരിൽ ഇവിടെ വരികയും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളിൽ സഹകരിക്കുകയും ഭംഗിയായി ആ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റുകയും ചെയ്തു. സർവശക്തനായ അള്ളാഹു അവരിതുപോലെ നമ്മളിവിടെ ചെയ്യുന്നതിൻ്റെ എത്രയോ ഇരട്ടി ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ നമ്മുടെ കൂട്ടായ്മയുടെ പേരിൽ നമ്മൾ ക്ഷണിക്കുമ്പോൾ അതിൽ വരികയും അതിൽ സഹകരിക്കുകയും നമ്മൾക്ക് പ്രചോദനം നൽകുകയും അതോടൊപ്പം അദ്ദേഹം ഉൾപ്പെടുന്ന സ്ഥാപനങ്ങളിൽ നമ്മളുടെ വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഫ്രീ ആയി പഠിക്കാനുള്ള സൗകര്യം മാത്രമല്ല ജോലി ലഭിക്കാനുള്ള മഹീന്ദ്ര അടക്കമുള്ള കമ്പനികളുടെ വാഗ്ദാനമാണ് അദ്ദേഹം ഇവിടെ നൽകിയത്. അൽഹംദുലില്ലാ, വളരെ വിലപിടിച്ച വാഗ്ദാനമായി ഈ സംവിധാനം അതിനെ നോക്കിക്കാണുന്നു. നമ്മുടെ തന്നെ മെമ്പറും തൃശ്ശൂരിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്നതിൽ ഒരുപാട് യത്നിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട നൗഷാദ്, സെലക്ഷൻ നൗഷാദ് നമ്മുടെ ഈ സ്ഥാപനത്തിന് നൽകിയ സംഭാവനയെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ നമ്മുടെ നാടിന് തൃശ്ശൂരിന് നൽകിയ സംഭാവനകൾ നമുക്ക് മറക്കാൻ സാധ്യമല്ല. ഒരുപാട് നല്ല നല്ല പദ്ധതികളുമായി അദ്ദേഹം നമ്മളുടെ ഈ തൃശ്ശൂരിനെ ഉന്നതിയിലേക്ക് നയിക്കുന്ന ഒരു സംരംഭകനാണ്. കമ്മിറ്റി അംഗങ്ങളുടെ ആരുടെയും പേരെടുത്തോ മറ്റു വ്യക്തികളുടെ പേരെടുത്തോ പറഞ്ഞ് ഇനി ആളുകളുടെ വിശപ്പും ക്ഷമയും പരീക്ഷിക്കാതിരിക്കുന്നതിന് വേണ്ടി എന്നെ ഔപചാരികമായി ഏൽപ്പിച്ച നന്ദി പ്രകാശിപ്പിക്കുക എന്ന കാര്യം മാത്രം ഒറ്റ വാക്കിൽ തീർത്തുകൊണ്ട് ഇന്നിവിടെ വരാൻ ആഗ്രഹിച്ച് വരാൻ കഴിയാതെ പോയ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത തവണയെങ്കിലും സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ ചൂടും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ നല്ല സൗകര്യത്തോടു കൂടി നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ചുള്ള സൗകര്യത്തോടു കൂടി ഈ പരിപാടി നടത്താൻ, ഈ സംവിധാനങ്ങളെ മാറ്റാൻ നിങ്ങളെല്ലാവരും സഹകരണം ഉണ്ടാവണമെന്നും അള്ളാഹുവിൻ്റെ കാരുണ്യം അതിലുണ്ടാവണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.